ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കൂത്താട്ടുകുളത്ത് നിന്നാണ് യാത്ര തിരിച്ചത്. അന്നേരം അവിടെ ഒരു അമ്പലം കണ്ടു. 1000 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നാണ് വീഡിയോ എടുത്തത്. ഡീറ്റെയിലായിട്ട് അകത്ത് കയറി വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങളവിടെ ഭണ്ഡാരത്തിൽ പൈസയൊക്കെ ഇട്ട് വീഡിയോ എടുത്തിട്ട് പോവാം കേട്ടോ. നമുക്ക് അപ്പുറത്ത് ഇറങ്ങാം. അവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇതാണ് ദൃശ്യം മൂവി ഷൂട്ട് ചെയ്ത വീട്. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തൊടുപുഴ ഒരു ലൊക്കേഷനിൽ പോയി. അവിടുത്തെ ഭംഗിയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ പെട്ടെന്നൊന്ന് റെഡിയാക്കി ഒരുക്കുമായിരുന്നു. ചെളിയിലോട്ട് പോകരുത് കേട്ടാ, താന്നു പോകും. എവിടെ വന്നതാ? ഫോട്ടോ എടുക്കാൻ വന്നതാ. നല്ല മനോഹരമായ സ്ഥലം. അയ്യോ, വാഗമൺ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ സ്ഥലം. പുക പറക്കുന്നു. എന്താ പറക്കുന്നത്? പുക പറക്കുന്നോ? പുക പറക്കുന്നത് കാണിച്ചു തരാട്ടോ. കണ്ട, അതാണ് പുക പറക്കുന്നത്. കണ്ട, നടക്കുന്ന ഫോട്ടോ ഒക്കെ ഇപ്പൊ എടുത്തോളും നിന്റെ. അത് ഞാനാന്ന്. അതങ്ങ് എടുത്തില്ല. ഇതിലായിട്ട് വണ്ടി ഓടിച്ച് പോവും. വണ്ടിയല്ലേ പോത്തില്ലെന്ന് തോന്നുന്നു. അവിടെ പച്ച എത്തും. പച്ച എത്തുമ്പോഴേ പോകാവോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കണേ. അങ്ങനെ ആ പാലത്തിൽ സിഗ്നൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കിടന്നു. അപ്പോൾ പച്ച എത്തിയപ്പോഴത്തേനും ഞങ്ങൾ പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരാനോ അല്ലെങ്കിൽ ഒന്നിനും അവിടെ സ്പേസ് ഇല്ല. ആൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ വഴി ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഓപ്പോസിറ്റ് ഒരു വാഹനം വരാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് സിഗ്നലുണ്ട്. അപ്പോൾ ആ സിഗ്നൽ നോക്കിയിട്ട് മാത്രമേ അതിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തുള്ളൂ. വലിയ വണ്ടിക്കൊന്നും പോകാൻ സ്പേസ് ഇല്ല കേട്ടോ. കാറൊക്കെ പോവാം, അത്രയേ ഉള്ളൂ. കാറും 2 വീലറും. വെള്ളത്തിൽ നോക്കി, വെള്ളം ഇല്ലാത്തടത്തൂടെ നടന്നു പോകും. ടൂ വീലർ മാത്രം പോകുന്ന ഒരു പാലമാണ് കേട്ടോ. കണ്ടോ? അപ്പം നമുക്ക് കഷ്ടിച്ചൊന്ന് സൈഡോട് തൊഴിഞ്ഞ് നിൽക്കാൻ പറ്റും. അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ഒഴിയാൻ സ്ഥലമില്ല. അത് എന്നെ എന്ത് വേണം? ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ട് ഇതും പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
നമ്മളെവിടെയാ നമ്മളെവിടെയാ പറ നമ്മളെവിടെയാ? പൂഞ്ചിറ അല്ല, ഇലവീഴ പൂഞ്ചിറ. കുറച്ചേറെ നടക്കാനുണ്ട് കേട്ടോ. നല്ല നടക്കാനുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പിന്നെ ജീപ്പിന് പോകാനും പറ്റും. ജീപ്പും പകുതി വരെ പോവുള്ളൂ. അപ്പോൾ ഇടയ്ക്കിരുന്ന് വിശ്രമിച്ചിട്ട് പോവുകയാണ്. നല്ല ദൂരമുണ്ട് കേട്ടോ. ഏകദേശം 1.5 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പം നടന്ന് കയറുമ്പോൾ അതും ഓഫ് റോഡൊക്കെ നല്ല ദൂരമാണ്. നിങ്ങൾക്ക് പറ്റിയത് വല്ല കണ്ടോ വയലോ അതൊക്കെ പറ്റുള്ളൂ. നിരപ്പായ സ്ഥലങ്ങളൊക്കെ. പിന്നെ പിന്നെ അതിനൊക്കെ കൊള്ളാം. ഉരുകയല്ല, ഒഴുകി. അത്രയും വലിയ കുളമാണെങ്കിൽ ഒരു എല്ല പോലും അതിനകത്ത് വീഴിയല്ല. അത് കാണാനല്ലേ നമ്മൾ വന്നേ. ഇല വീഴാത്ത ഇവിടെയും ഇല വീഴിയല്ല. ഇവിടെ ഒന്നും ഇല ഇല്ല. കുളത്തിൽ ഒരു ഇല പോലും നല്ല കണ്ണീര് പോലും കുടിക്കാൻ പറ്റും. നല്ല പാഞ്ചാലി അങ്ങനെ അവസാനം നമ്മളെത്തി ഗൈസ്. നമ്മളങ്ങനെ നമ്മൾ പ്രതീക്ഷ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. പക്ഷെ എത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാതെ മഴയുടെ ആരംഭമായി. മഴ പെയ്താൽ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. അവിടെ ഇടിയായ സാധ്യതയുണ്ട്. നല്ല പൊക്കമുള്ള പ്രദേശമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൊക്കത്തിലുള്ള ടവറും ബാക്കിയുള്ള സംഭവമൊക്കെ ഉള്ളത് പെട്ടെന്ന് ഇടിയാക്കാതെ ഏൽക്കും കേട്ടോ. അതുകൊണ്ട് മഴയൊക്കെ ഉള്ള ടൈമിൽ നമ്മളവിടെ കഴിവതും പോവാതിരിക്കുകയാണ്. പൂഞ്ചിറ എവിടെ? എന്നിട്ട് ചെറിയ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ചെറിയ കൊട്ടാരക്കര എന്ന് പറയുമ്പോ കര എവിടെയാ? ഈ നിൽക്കുന്നതാണോ കര? അല്ല നില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ. അപ്പൊ സ്ഥലം പഴയ റേഡിയോ സ്റ്റേഷനാണ്. മൊത്തം റേഡിയോ സിഗ്നൽ മുഴുവൻ ഇവിടെ വന്നിട്ടാണ് പോണത്. ഇതാണ് മെയിൻ. ഇതിന്റെ തൊട്ടടുത്തുള്ളതാണ് മെയിൻ ആയിട്ട്. ഇതിന്റെ തൊട്ടടുത്ത് താഴെ കാണുന്നതാണ് പുതിയ റേഡിയോ നിലയം. വയർലെസ് സ്റ്റേഷനാണ്. പോലീസുകാരുടെ അല്ല. അത്രയൊക്കെ എനിക്കറിയില്ല. എന്റെ അട്ട എന്റെ അടുത്തോട്ട് വരും. എനിക്കതാ ഒരു പേടി. അട്ടിയല്ല, അട്ട. എന്താണ്? എന്താ സംഭവം? ഇതാണോ പുതിയത്? അതിന്റെ പുതിയ വയർലെസ് സ്റ്റേഷൻ. ഓക്കെ. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കയറി വന്നിട്ട് ഈ പൂഞ്ചിറ കണ്ടില്ല. അതാണ് ഇലവീഴ പൂഞ്ചിറ കണ്ടില്ല. ഈ ചെറ ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്? ഒന്നുകൂടെ പറ. ചെറയും പൂഞ്ചിറ.
ഇന്ന് വരുമോ? അപ്പോഴത്തേക്കും അവിടെ ആകെ മഴയിലും മഞ്ഞിലും മൂടി കേട്ടോ. അപ്പം ദൂരെ നിൽക്കുന്ന ആളുകളെയൊക്കെ കാണാൻ വലിയ പ്രയാസമാണ്. ഭയങ്കരമായ കാറ്റും മഞ്ഞും പിന്നെ ചാറ്റൽ മഴയും. പിന്നെ രാവിലെ അല്ല എവിടെ സോണി ജോസഫ്? അങ്ങനെ ഞങ്ങൾ നടന്ന് താഴെ വന്നു. കാറ് ഞങ്ങൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ പോകുന്നത് ഇലവീഴ പൂഞ്ചിറ ലേക്ക് അതിലോട്ടാണ്. ഞാൻ തൊപ്പി എടുത്തില്ല. അപ്പോൾ നല്ല മഞ്ഞുണ്ട്, ചെറിയ ചാറ്റലുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടും കാണാതെ പോകാൻ വയ്യല്ലോ എന്ന് കരുതി പോവുകയാണ്. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളായിരുന്നു. കാരണം ഇഷ്ടംപോലെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. വാഗമൺ 100 വട്ടമല്ല 1000 വട്ടമല്ല വന്നിരിക്കുന്നത്. മൂന്നാറൊക്കെ അതുപോലെ. പക്ഷേ ഈ ഇലവീഴ പൂഞ്ചിറയിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടിയല്ല ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. ഇനി ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, പ്രശ്നമില്ല. കാടാണ് ഇരുവശത്തും. കണ്ട കിളികളൊക്കെ സൗണ്ട്. കിളിയാണോ ചീവീടാണോ? ഭയങ്കര തള്ളലാന്നൊന്നും പറയരുത് കേട്ടോ. എന്തോ ഒരു സൗണ്ട്. വെള്ളമാണേ, ശ്രദ്ധിച്ച് നടക്കണം. കല്ലൊക്കെ ഇളകി കിടക്കുക. ഐസും തോറ്റു. ചെറിയൊരല്ലി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. സൂപ്പർ കേട്ടോ. എൻ്റെ ഷൂ ചെളി കാരണം ഞാൻ ഊരിയിട്ടില്ല. പക്ഷെ ഇട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ കഴുകാമായിരുന്നു. നല്ല ഭംഗി കണ്ട. ആ അരുവി ഒഴുകി വന്നത് ആ വലിയൊരു തോട് പോലെ ആയിട്ടുണ്ട്. മഞ്ഞുകൊണ്ടാണ് ഗൈസ് ഇങ്ങനൊരു മങ്ങൽ പോലെ ഇരിക്കുന്നത്. കമ്പ് തട്ടി. ഈ പാമ്പ് വല്ലതും ആണോ എന്ന് കരുതിയാണ് നോക്കിയത്. കാറ്റുണ്ടോ? ചിനെ പിടിച്ചോണേ. സംഭവം കിടലോ അല്ലേ? പക്ഷേ വട്ടത്തില്. പക്ഷെ ഇത് മഞ്ഞ് കാരണം കാണാൻ വയ്യ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റില്ല. ഇലവീഴ പൂഞ്ചിറ ലേക്ക് തടാകം. ഇവിടെ എങ്ങനെയാ സോനപ്പി ഇല വീഴുന്നത്? ഏതെങ്കിലും ഒരു മരം അതിൻ്റെ അടുത്തോട്ടുണ്ടോ? എന്ത് കഷ്ടമായിപ്പോയി. ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയി നോക്കിയിട്ടെ ഞാൻ. ഏത് വശം പോയാലും നമുക്ക് ഇതുപോലെ ഫീൽ ആവുന്നു. അത് ഭയങ്കര ഒരു ചോദ്യമാണ്. ഇതിനകത്ത് ഇറങ്ങിയാൽ മരിക്കുമോ? കുടിവെള്ളമാണിത് കേട്ടോ. ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ
ഇറങ്ങിയ ആളുകൾ നോക്കുന്നുണ്ടായിരുന്നിരിക്കാം, കാണുന്നുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഡേഞ്ചർ ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ നമുക്ക് ഇത് ഭയങ്കര ഒരു റൗണ്ട്, ഇത് കണ്ടിട്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു റൗണ്ടിലാണെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടോ, ഇതിൻ്റെ എൻ്റെ എവിടെയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സെൻറ്റർ പോലും കാണാൻ പറ്റുന്നില്ല. കണ്ടോ, നമുക്ക് ഇത്രയും ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടോ, അപ്പം ഇലവീഴ പൂഞ്ചിറ പിന്നെ കാണാനുള്ള ആഗ്രഹം സെറ്റായി. ഞാൻ ആഗ്രഹം നടന്നു. ഇത് ഇലവീഴ പൂഞ്ചിറയാണേ. എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. പക്ഷെ ഒരു രക്ഷയില്ല, മഞ്ഞ് കാരണം കാണാനേ പറ്റുന്നില്ല. കണ്ടോ, അപ്പം മഞ്ഞും ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ. എന്തോന്ന് പക്ഷെ എന്താന്നറിയാമോ, പക്ഷെ നമ്മൾ വന്ന ഈ സമയം തെറ്റിപ്പോയി. ഇത്രയും മഞ്ഞായതുകൊണ്ടാണ് നമുക്ക് കുളം കാണാൻ പറ്റാഞ്ഞ്. കണ്ടോ, കാട് ഒരാഴ്ച പോയുള്ളൂ. ഒരാഴ്ച പോയോ? ഇല്ല, 2 ദിവസം ഈസ പോയുള്ളൂ. അന്നോട്ട് ഈസ ലീവാ. ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ലോഡ് വെള്ളം ഞങ്ങള് ഇലവീഴ പൂഞ്ചിറയിൽ പോയിട്ട് തിരിച്ച് ബാക്ക് ടു ഹോം. തുടച്ചാലും ഇങ്ങനെ തന്നെ, സഹകരിക്ക്. മഞ്ഞൊക്കെ പോയി, മഞ്ഞ് തെളിഞ്ഞെന്നല്ല, മഞ്ഞൊക്കെ പോയിട്ട് കാഴ്ചയൊക്കെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ആ, ഇപ്പൊ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കേ, അത് വെച്ച് നേരെ ക്യാമറ പറ, കൈയ്യെട്. ആ പറ, പറ, കൈയ്യെട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ, ബൈ ബൈ. ഓക്കേ.